കുഞ്ഞ് കയറിയിരിക്കുന്നത് മന്ത്രിയുടെ തോളിലാണ്. മന്ത്രി കുഞ്ഞുങ്ങളെയൊക്കെ തോളിലെടുത്തുകൊണ്ടും മടിയിൽ വെച്ചുകൊണ്ടും മധുരം കൊടുത്തുകൊണ്ടും ലാളിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസത്തിലേക്ക് വരുന്നു. മന്ത്രി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ ഇത് എന്താ സംഭവം എന്നൊരു പിടി കിട്ടുന്നില്ല. ഈ ഇരിക്കുന്നത് ഏത് അങ്കിളാണ് എന്ന് പിടി കിട്ടുന്നില്ല. ഇത് മന്ത്രിയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ഇദ്ദേഹമാണെന്നും ഒന്നും പുള്ളിക്ക് വലിയ പിടി കിട്ടിയിട്ടില്ല. എന്തായാലും അവിടെയുള്ള രക്ഷിതാക്കളുണ്ട്, ഒപ്പം തന്നെ അധ്യാപകരുണ്ട്, പ്രഥമാധ്യാപികയുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. പുതിയ കുപ്പായമൊക്കെ ഇട്ട് മിടുക്കന്മാര്, അപ്പോൾ മിടുക്കികളും കുഞ്ഞു മിടുക്കികളും വന്ന് നിൽക്കുകയാണ്. ചിലരൊക്കെ പകച്ച് നിൽക്കുകയാണ്. കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. കരച്ചിലൊക്കെ തൽക്കാലം അങ്ങോട്ട് മാറി. ഇപ്പോൾ മൂക്കൊക്കെ തുടച്ച് എനിക്കെന്ത് പറയുന്നുണ്ട് അമ്മയെ കാരണം എന്നാണെന്ന് തോന്നുന്നു. എന്തോ പറയുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. കണ്ണീരൊക്കെ തുടച്ചു, മൂക്കൊക്കെ തുടച്ച് ഇനി മിഠായി എനിക്കിപ്പോൾ ലഡു ഒന്നും വേണ്ട എന്നതാണ്. അപ്പോൾ മന്ത്രി കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് തോളത്തെടുത്ത് വെച്ച് മടിയിലൊക്കെ എടുത്തു വെച്ച് അവരോട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് മധുരമൊക്കെ കൊടുത്ത് ഇതാ മന്ത്രി ഒരു ഭാഗത്ത് ബലൂണൊക്കെ പിടിച്ച് കുറച്ച് വില്ലന്മാരുണ്ട്. ഇതെന്താ ബ്രോസ് എന്ന മട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ കെ മുരളീധരനും അതേപോലെ ലഡു വിതരണം ചെയ്യുകയാണ്. പ്രവേശനോത്സവത്തിന് കുട്ടികൾക്ക് ലഡു വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കെ മുരളീധരനാണ്. മന്ത്രിമാരെ പലയിടങ്ങളിലും പ്രവേശനോത്സവത്തിന്റെ UDF സർക്കാരിന്റെ ആദ്യത്തെ പ്രവേശനോത്സവമാണ്. അപ്പോൾ ചെക്കന്മാരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നല്ല പൂക്കി കുട്ടികളായിട്ടിരിക്കുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ നല്ല പുതിയ കുപ്പായമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് വിവിധ ഫ്രെയിമുകളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രേക്ഷകർ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് റിപ്പോർട്ടർ ഈ പ്രവേശനോത്സവത്തിന് തയ്യാറാക്കിയ പാട്ടാണ്. മുഖ്യമന്ത്രിയെ കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി പ്രവേശനോത്സവത്തിന്റെ പ്രധാന വേദിയായ പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തും. അല്പസമയത്തിനുള്ളിൽ